ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് കോട്ടണിൽ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തൊരു കുർത്തിയാണ് കാണിക്കുന്നത്. ഇതിനകത്ത് അജ്രക്കിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഒറിജിനൽ അജ്രക്കിന്റെ പ്രിന്റ് അല്ല, ഞാൻ മുമ്പ് ഇതിന്റെ പ്ലെയിൻ ആയിട്ട് ഇട്ടായിരുന്നു. ഇതിപ്പോൾ നമ്മളൊരു ബക്കറ്റ് ഷേപ്പ് യോക്ക് വെച്ചിട്ട് ഇതുപോലെ വി ഷേപ്പിൽ നെക്ക് കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കാൻ. ബ്ലാക്ക് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയുള്ള വർക്കായിട്ട് ഇത് കാണാനായിട്ട്. സിൽവർ കളർ ബീഡ്സാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിന്റെ ഇത് ഒരു പാറ്റേൺ ഇപ്പോൾ വി നെക്കിലുമാണ്. ഒരെണ്ണം നമ്മൾ ചെയ്തേക്കുന്നത് ഇതുപോലെ റൗണ്ട് നെക്കിലാണ്. അതിനകത്ത് നമ്മൾ ആ സിൽവർ കളർ ബീഡ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ നെക്കിന്റെ ബോർഡർ. അങ്ങനെ ഇതൊരു പാറ്റേൺ ആണ്. രണ്ട് നെക്ക് പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരെണ്ണം കോട്ടണിൽ തന്നെ ഇതുപോലെ ഈ ഒരു ബാത്തിക് പ്രിന്റ് വരുന്ന ഡിസൈനിൽ ഇതുപോലെ ചെസ്റ്റ് പോർഷനിൽ അജ്രക്കിന്റെ യോക്ക് വെച്ചിട്ട് ഗ്രീൻ കളർ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെസ്റ്റ് പോർഷനിൽ ഇതേപോലെ ഒരു പാച്ച് കൊടുത്തിട്ട് അപ്പൊ ഞാൻ ഇതും വേറെ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു നെക്ക് പാറ്റേൺ വേറെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. പിന്നെ നേരത്തെ ഞാൻ വേറെ ചെയ്തത് വീനെക്ക് ഇതൊരു ഷേപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് എപ്പോഴും വിത്ത് ലൈനിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ഇവിടെ. അപ്പൊ അതിനകത്തോട്ട് ഈ വിത്തൗട്ട് ലൈനിങ് വരുമ്പോൾ നമ്മളിപ്പോൾ ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ പിടിച്ചിങ്ങനെ ടൈറ്റ് ഫിറ്റിലല്ല വരുന്നത്. അപ്പൊ അത് ലാസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ലൈനിങ് ആണ്, വിത്ത് ലൈനിങ് ആണ് ബെസ്റ്റ്. ഞാൻ വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേൺ വേറെ ഇതുമ്പോൾ എങ്ങനെ ഉണ്ടാവും. ഇത് എ ലൈനിലോട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ലിമിറ്റഡ് പീസസേ ഉള്ളൂ കേട്ടോ ഇതിന്റെ. അപ്പൊ സ്ലിറ്റ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ ഇനിയും ഒരു പാർട്ട് 2 വീഡിയോ ഉണ്ട്. അത് ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ് അജ്രക്കിന്റെ യോക്ക് വെച്ചിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ. അതിനകത്തേക്ക് മെസ്സേജ് ഇട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. 7 to 10 ആണ് കാരണം ഹാൻഡ് വർക്ക് വരുന്നതുകൊണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.